കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യില്, നിന്റെ വിഷയത്തില്, നിന്റെ വേദനയില്, നിന്റെ ഭാരത്തില് ഒത്തിരി ഭാരങ്ങൾ നീ ചുമന്ന് നടക്കുക. നീ തല ഉയർത്ത, ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് നിനക്ക് കാണാം. അവധി വെച്ച പല വിഷയങ്ങളുണ്ട്, നടക്കാനിരിക്കുന്ന പല അനുഭവങ്ങളുണ്ട്. മുമ്പോട്ട് നമ്മുടെ വഴിയിൽ നാം ആഗ്രഹിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. എന്നാൽ നീ എന്താഗ്രഹിക്കുന്ന ഏത് വിഷയത്തിന് നീ പ്രാർത്ഥിക്കുന്നു, ഏതളവിൽ നീ ആയിരിക്കുന്നു, ഇപ്പോൾ നീ തല ഉയർത്താം. ദൈവാത്മാവ് കാര്യം പറയുക. ലോക മനുഷ്യര് പറഞ്ഞിട്ടുണ്ട് ചില ഡേറ്റുകള് അല്ലേ? ഒരു ഇന്റർവ്യൂ വെച്ചാല് ഡേറ്റ്, ഒരു ജോലിക്ക് കയറണമെങ്കിൽ ഒരു ഡേറ്റ്, സ്തോത്രം, ഇലക്ഷൻ നടക്കണമെങ്കിൽ ഒരു ഡേറ്റ്, പൂർണ്ണത വെളിപ്പെടണമെങ്കിൽ ഒരു ഡേറ്റ് ലോക മനുഷ്യര് പറയും. എന്നാൽ കർത്താവ് പറയും ഇപ്പോൾ തന്നെ. വായിച്ചെടുത്തത് ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു. ഡേറ്റ് എപ്പോഴത്തേക്കാ? 4 മാസം കഴിയുമ്പോ. അപ്പൊ വിടുതൽ അധികം താമസമല്ലെന്നാ. കാര്യങ്ങളെല്ലാം കൂടെ ചട്ടക്കൂട്ടെ കടന്നു വരുമ്പോൾ ആഗ്രഹിച്ച വിഷയത്തിനുള്ള മറുപടി 4 മാസത്തിനുള്ളിൽ ദൈവാത്മാവ് പറയാ, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ? ജനം നിശ്ചയിച്ച അവധിയുണ്ട്, എങ്കിലും സമയഭേദം കൂടാതെ നീ എന്നോട് അടുത്തു വന്നതുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമെന്ന് രാജ്ഞിയെ ഞാനത് നിവർത്തിച്ചു തരാം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിങ്ങൾ പറയുന്ന ചില കാര്യമുണ്ട് ഇന്നപ്പോഴേ നടക്കുള്ളത്. മനുഷ്യന് ചില അവധി വയ്ക്കും ചില കാര്യങ്ങൾക്ക്. തൊഴിലിനൊരവധി, ഇന്റർവ്യൂവിനൊരവധി, കടഭാരം മാറേണ്ടതിനൊരവധി, കാര്യം സാധിക്കേണ്ട പല വിഷയങ്ങൾക്ക് അവധി ലോകം പറയും, അധികാരികൾ പറയും. പക്ഷെ നിങ്ങൾ ഇപ്പോഴൊന്ന് തല ഉയർത്തിക്കേ. കൊയ്ത്ത് എന്നതാ? വിടുതല്, അനുഗ്രഹം, തൃപ്തി, സന്തോഷം, വഴിയൊരുക്കുന്ന അനുഭവം. ഇന്ന് പകലിൽ നീ ഏതാശയത്തോടെ ഈ ഭവനത്തിന്റെ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ടൊന്ന് തല ഉയർത്തി. തല ഉയർത്തിപ്പിക്കാതെ നിന്റെ തല താഴ്ത്തിയിരിക്കുന്ന ശക്തിയോട് നീ പറ, ഇല്ല, എന്റെ ദൈവമായ വചനം സത്യവാർത്ത പോലെ വായിച്ചേ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചില അനുഗ്രഹം നീ കാണും, ചില വിടുതൽ നീ കാണും, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നന്മ വരുന്നത് നീ കാണും. ചില വിടുതൽ നീ കാണാൻ പോകുക, ചില ഉദ്ധാരണ പ്രവൃത്തി നീ കാണാൻ പോകുക. അടുപ്പിട്ട മന്ദതയിട്ട് അലസതയിട്ട് മുമ്പോട്ട് വിടാതെ ആകാശത്തിന്റെ വീര്യത്തെ
ഇപ്പോൾ ഈ ആഴ്ചയിൽ, ഈ ദിവസങ്ങളിൽ, ഈ മാസത്തിൽ ഈ അനുഭവത്തെ നീ എടുക്കാം. നിനക്ക് കിട്ടും. ഒരു കൊയ്ത്ത് നിനക്ക് കിട്ടും. കൊയ്ത്തിന്റെ വഴി നിനക്ക് കിട്ടും. വിടുതലിന്റെ വഴി നിനക്ക് കിട്ടും. അനുഭവത്തിന്റെ പൂർണ്ണത നിനക്ക് കിട്ടും. സന്തോഷത്തിന്റെ പൂർണ്ണത നിനക്ക് വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, ചിലത് കൂട്ടി വയ്ക്കാൻ പോവുക. സത്യമാണ്. നമ്മൾ ഉപവസിച്ചിരിക്കുന്നിടത്ത് ദൈവാത്മാവ് വിതയ്ക്കുന്ന നേരത്തെ എടുത്തു വെച്ച വചനമല്ല, ദൈവാത്മാവ് ഉള്ളിൽ തന്നതാ. വിടുതലുണ്ടെന്ന ആമേ, ഒരു പൂർണ്ണത ഉണ്ടെന്ന. ശത്രു നിന്നെ തകർക്കാൻ എത്ര ശ്രമിച്ചാലും തകരത്തില്ല. ചില തടസ്സങ്ങൾ വരട്ടെ, ചില എതിരുകൾ വരട്ടെ. ആമേ, നിനക്ക് പ്രമോഷന് വേണ്ടിയാണ്. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയുള്ള വിടുതലിനുള്ള ദൈവം പ്രതിജ്ഞ പരിശോധിച്ചുകൊണ്ടിരിക്കുക. നിന്റെ സഹിഷ്ണുത എന്തോരം നീ സഹിക്കുന്നുള്ളത് സൗഹൃദ പകൽ ഒരു വിടുതലിന് മുടങ്ങി പോകല്ലേ പ്രാർത്ഥന, മുടങ്ങി കളയല്ലേ. കുട്ടിയെ പെറുക്കി പൊക്കണത്തിലാക്കിക്കോ. എല്ലായിടത്തും അത് പ്രയോജനമാ. ചിലത് കിടത്തു പോകും.